അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം സാങ്കേതിക തകരാറല്ലെന്ന് എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ. ദുരന്തത്തിൽ ബോയിംഗ് കമ്പനിക്ക് അനുകൂല നിലപാടുമായി അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും രംഗത്തെത്തി. കുറ്റം പൈലറ്റിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം ശരിയല്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പൈലറ്റുമാരുടെ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അതേസമയം ബോയിംഗ് വിമാനങ്ങളിൽ അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഇന്ധന സ്വിച്ചുകളുടെ പരിശോധന നടത്തണമെന്ന് DGCA വിമാന കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകി. അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിന്റെ കാരണം എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ ഓഫായതുകൊണ്ടാണെന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ. വിമാനത്തിന് സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നില്ലെന്ന് പറയുകയാണ് എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ. ഇതേ വാദമാണ് അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനുമുള്ളത്. ബോയിംഗ് വിമാനങ്ങളിലെ എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ സുരക്ഷിതമെന്ന് വിമാനയാത്രാ കമ്പനികളെ അറിയിച്ചു. എന്നാൽ 2018 ഇതേ ഏജൻസി തന്നെ ഇന്ധന സ്വിച്ചുകളുടെ സാങ്കേതിക തകരാറിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതാണ്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലും ഈ കാര്യം പരാമർശിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറല്ല, പൈലറ്റുമാരുടെ വീഴ്ചയാണ് എന്ന വാദം പക്ഷേ പൈലറ്റുമാരുടെ സംഘടന അംഗീകരിക്കുന്നില്ല. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുകയാണ് പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഡൽഹിയിൽ DGCA ഉദ്യോഗസ്ഥരുമായി പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി. അതേസമയം എല്ലാ വിമാന കമ്പനികളും വിമാനങ്ങളുടെ ഇന്ധന സ്വിച്ച് അടുത്ത തിങ്കളാഴ്ച പരിശോധിച്ച് പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പാക്കണമെന്ന് DGCA ഉത്തരവിട്ടു. എത്തിഹാദ് എയർലൈൻസും പൈലറ്റുമാർക്ക് ഇതേ നിർദ്ദേശം നൽകിയിരുന്നു. 24 മുംബൈ, ഡൽഹി.